ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിനെ കുറിച്ചാണ്. സോ നമുക്ക് സെറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ഏതെല്ലാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് ടോപ്പിക് സെറ്റ് ആൻഡ് ദെയർ റെപ്രസെൻറ്റേഷൻ. സെറ്റ് എന്താണെന്നും സെറ്റ്സ് എങ്ങനെയെല്ലാം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്നും നമ്മൾ ഈ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ പഠിക്കും. ആൻഡ് ദെൻ ടൈപ്സ് ഓഫ് സെറ്റ്, സബ്സെറ്റ്, പവർ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്, ദെൻ വെൻ ഡയഗ്രാം. ഒരു സെറ്റിനെ നമുക്ക് എങ്ങനെ വെൻ ഡയഗ്രാം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പഠിക്കും. ദെൻ ഓപ്പറേഷൻ ഓൺ സെറ്റ്സ്, കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്, ആൻഡ് അറ്റ് ലാസ്റ്റ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. സോ വാട്ട് ഈസ് എ സെറ്റ്? ദ ഡെഫിനിഷൻ, സെറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഈ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എന്തോ ആയിക്കോട്ടെ, ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ് എന്ന് വെച്ചാൽ ആ സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീപ്പിൾ. അതിപ്പം ഞാൻ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ ആയാലും വേറെ ഒരാൾ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ ആയാലും ആൻസർ ഷുഡ് ബി ദ സെയിം ആക്ച്വലി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എടുത്ത 2 എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഓൾ ലാപ്ടോപ്പ് കമ്പനീസ് ആൻഡ് ആൽഫബറ്റ്സ്. ഇവിടെ ലാപ്ടോപ്പ് കമ്പനീസിൻ്റെ സെറ്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വി നോ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാപ്ടോപ്പ് കമ്പനീസ് ഉണ്ട്. അതിപ്പം എന്നെ സംബന്ധിച്ചായാലും വേറെ ഒരാളെ സംബന്ധിച്ചായാലും ദെയർ വിൽ ബി എ ലിമിറ്റ് ആക്ച്വലി, ആൻഡ് ദ സെലക്ഷൻ ക്രൈറ്റീരിയ വിൽ ബി ദ സെയിം. നമുക്ക് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ആൽഫബറ്റ്സ്. ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ABC അപ് ടു Z വരെയാണ് ആൽഫബറ്റ്സ്. അത് എന്നോട് ചോദിച്ചാലും വേറെ ഒരാളോട് ചോദിച്ചാലും ഇറ്റ് വിൽ ബി ദ സെയിം. ഓക്കെ, സോ ഹിയർ ദ സെലക്ഷൻ ക്രൈറ്റീരിയ ഈസ് ദ സെയിം. സോ ഇങ്ങനത്തെ കേസിലാണ് നമുക്ക് ഈ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെ സെറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, സെറ്റ്സ് ആർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ആൽഫബറ്റ് ലെറ്റേഴ്സ് ആക്ച്വലി. സോ ഒരു സെറ്റിനെ നമ്മൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ A = സെറ്റ് എന്നാണ് പറഞ്ഞാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്തത് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. സെറ്റിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് നോൺ ആസ് റോസ്റ്റർ ഫോം. Second one, it is known as set builder form. So നമുക്ക് റോസ്റ്റർ ഫോം എന്താണെന്ന് നോക്കാം. സോ ഇൻ റോസ്റ്റർ ഫോം എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് ആർ ലിസ്റ്റഡ്. നമ്മൾക്ക് ഒരു സെറ്റിനെ റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ എലമെൻറ്റിൻ്റെ രീതിയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. സെറ്റ് ഓഫ് ഈവൺ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് <5. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെറ്റ്. സോ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോസിറ്റീവ് ഈവൺ ഇൻറ്റീജേഴ്സ്. സോ 2 and 4. ഓക്കെ, സോ ഈ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എലമെൻറ്റ്സിനെ ലിസ്റ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 2 ഉം 4 ഉമാണ്. അതിനെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് കേളി ബ്രേസസിൻ്റെ ഉള്ളിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ ദിസ് ഈസ് റോസ്റ്റർ ഫോം. ഇവിടെ ഒരു സംശയം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ഇതിൽ പെടുമോ, 0 ഇതിൻ്റെ എലമെൻ്റ് ആണോ അല്ലയോ എന്നൊരു സംശയം വരാം. ഇവിടെ ബട്ട് മെൻഷൻഡ് ആണ് സെറ്റ് ഓഫ് ഈവൺ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. 0 എന്ന് പറയുന്നത് നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ് ആണ്. സോ 0 ഈസ് നോട്ട് ആൻ എലമെൻറ്റ്. ഹെൻസ് ദ ആൻസർ ഈസ് സെറ്റ് 2, 4. അടുത്ത റെപ്രസെൻറ്റേഷൻ സെറ്റ് ബിൽഡർ ഫോം. സോ സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിലെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പൊസസ് എ സിംഗിൾ കോമൺ പ്രോപ്പർട്ടി. ഓക്കെ, സോ ഈ സെറ്റ് ബിൽഡർ ഫോമിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ എലമെൻറ്റ്സ് വിൽ പൊസസ് എ സിംഗിൾ കോമൺ പ്രോപ്പർട്ടി വിച്ച് ഈസ് നോട്ട് പൊസസ്ഡ് ബൈ എനി അതർ എലമെൻറ്റ്സ് ഔട്ട്സൈഡ് ദ സെറ്റ്. ഇപ്പോൾ നമ്മളൊരു സെറ്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ
അതിനുള്ളിലെ എലമെൻസിന് ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ടാവും, അത് പുറത്തുള്ള എലമെൻറ്റ്സ് തമ്മിൽ ഡിഫർ ചെയ്യുന്നുണ്ടാവും. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു സെറ്റ് ബിൽഡർ ഫോം റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് നോട്ട്, the problem to be written in set builder form will be given in roster form. Okay, so ഒരു റോസ്റ്റർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യേണ്ട സെറ്റിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലായിരിക്കും തന്നിട്ടുണ്ടാവുക ആൻഡ് വൈസ് വേഴ്സ. ഇപ്പോൾ ഒരു സെറ്റിനെ നിങ്ങൾക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗിവൺ ഇൻ റോസ്റ്റർ ഫോം. ഹിയർ ഒരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. എ ഈക്വൽ ടു സെറ്റ് AEIOU. ഓക്കെ, ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമാണ് നമ്മൾക്ക് എഴുതേണ്ടത്. സോ സെറ്റ് ബിൽഡർ ഫോമിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് പോസസ് എ സിംഗിൾ കോമൺ പ്രോപ്പർട്ടി. നമ്മൾക്കറിയാം AEIOU എന്ന് പറയുന്ന എലമെൻറ്റ്സ് പോസസ് ചെയ്യുന്ന ഒരു സിംഗിൾ കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ആർ വവൽസ്. ഓക്കെ, സോ ആൽഫബറ്റ്സിലെ അതർ ബാക്കിയുള്ള ലെറ്റേഴ്സിൽ നിന്ന് ഇത് ഡിഫർ ആവുന്നത് ഈ ഒരു പ്രോപ്പർട്ടി വവൽസ് എന്ന പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. സോ ദ സെറ്റ് ബിൽഡർ ഫോം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് A ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വവൽ. ഓക്കെ, അടുത്തത് ജനറൽ സെറ്റ്സ് യൂസ്ഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്പർ സിസ്റ്റത്തിൽ വി ഹാവ് natural numbers, integers, rational numbers, etc. So it will be represented by a general notation. Actually capital alphabet letters യൂസ് ചെയ്തിട്ട് നമുക്ക് ജനറൽ നോട്ടേഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. N, capital N. So it represents the set of all natural numbers. ഇവിടെ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ക്യാപിറ്റൽ N എന്ന് എഴുതി ഡിനോട്ട് ചെയ്യാം. ഓക്കെ, വി നോ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സെറ്റിനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട്സ് ഫ്രം 1, 2, 3 ആൻഡ് ഇറ്റ് എൻഡ്സ് അറ്റ് ഇൻഫിനിറ്റി. സോ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ടു ലിസ്റ്റ് ഓൾ ദ എലമെൻറ്റ്സ്. സോ ഇവിടെ ജനറൽ നൊട്ടേഷൻസ് ആണ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് Z. Z represents the set of all integers. And R. R represents the set of all real numbers. Now Q. Q represents the set of all rational numbers. Okay, നമ്മൾക്കിനി ടൈപ്സ് ഓഫ് സെറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. So first we will be learning about empty sets, then finite sets, infinite sets and equal sets. So നമുക്ക് empty set എന്താണെന്ന് നോക്കാം. The set which doesn't contain any element. ഒരു സെറ്റിൽ നമുക്ക് എലമെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ അതിനെ നമുക്ക് empty set എന്ന് വിളിക്കാം. അതിന് വേറെ പല പേരുകളിലും അത് അറിയപ്പെടും. നൾ സെറ്റ് എന്നും വോയിഡ് സെറ്റ് എന്നും അത് അറിയപ്പെടാറുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ എ എന്ന് പറഞ്ഞ സെറ്റ് ഇത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിട്ടുള്ളത്. സോ എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 ആൻഡ് എക്സ് ബിലോങ്സ് ടു N. ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് എക്സ് എന്ന് പറയുന്നത് 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ വരുന്ന നാച്ചുറൽ നമ്പർ ആണെന്നാണ്. നമുക്കറിയാം 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല. സോ അവിടെ ആ ഒരു സെറ്റിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ ഈ ഒരു സെറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ജസ്റ്റ് കേളി ബ്രേസസ് മാത്രം വരച്ചിട്ടാണ്. ഓക്കെ, so this is the corresponding roster form of A. So ഇവിടെ ഈ ഒരു സെറ്റിൽ we don't have any elements. So ഇതിനെ നമ്മൾക്ക് ഒരു empty set എന്ന് വിളിക്കാം, അല്ലെങ്കിൽ null set or void set എന്ന് വിളിക്കാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. B equal to set of x such that x square minus 2 equal to 0 where x belongs to rational numbers. So x belongs to
റാഷണൽ നമ്പേഴ്സ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമുക്കിവിടെ ആൻസർ കിട്ടുക ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെന്ന് നമ്മൾക്കറിയാം. സോ ഇതിൻ്റെ റൂട്ട്സ് വരിക എക്സ് ഈക്വൽ ടു +or-2 ആണ്, √2 +or-√2, and we know √2 is an irrational number, and here it is given x belongs to rational number, therefore this set is an empty set. അടുത്തൊരു എക്സാമ്പിൾ, x² equal to -4 and x belongs to q. ഇവിടെയും ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. സോ ഓൺ സോൾവിങ് we will get an imaginary root, and x എന്ന് പറയുന്നത് it belongs to റാഷണൽ നമ്പർ എന്നാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് കിട്ടുന്നത് ഇമാജിനറി റൂട്ടാണ്, കോംപ്ലക്സ് നമ്പറാണ് കിട്ടുക. സോ ഇതും ഒരു എം ടി സെറ്റാണ്. ഇതിനെ എം ടി സെറ്റിനെ നമുക്ക് ഫൈ എന്ന് എഴുതിയും ഡിനോട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് വെച്ചാൽ എ സെറ്റ് വിച്ച് ഇസ് എം ടി ഓർ കണ്ടെയ്ൻസ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എം ടി സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിലെ എലമെൻറ്റ്സ് കൗണ്ടബിൾ ആയിരിക്കും. അതാണ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അതിനുള്ളിലെ എലമെൻറ്റ്സ് നമുക്ക് കൗണ്ട് ചെയ്ത് ഇത്രയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ C equal to set of x such that x² - 16 equal to 0, where x belongs to z. ഇവിടെ നമുക്കറിയാം ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ആൻഡ് x belongs to z ആണ്. സോ ഇതിൻ്റെ റൂട്ട്സ് വരിക x equal to +4 and x equal to -4. രണ്ട് വാല്യൂസും ബിലോങ്സ് ടു z ആയതുകൊണ്ട് ഇതിൻ്റെ റോസ്റ്റർ ഫോം വരിക. ആൻഡ് another important point, a finite set can be represented in roster form. So ഇതിൻ്റെ റോസ്റ്റർ ഫോം വരിക എന്ന് വെച്ചാൽ C equal to set of 4 - 4. ഓക്കെ, അടുത്തത് ഇൻഫൈനൈറ്റ് സെറ്റ്. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ അതിനുള്ളിലെ എലമെൻറ്റ്സ് നമുക്ക് കൗണ്ട് ചെയ്ത് ഒരു വാല്യൂ പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ ഉള്ളിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. എക്സാമ്പിൾ, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ച ജനറൽ സെറ്റ്സ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് സെറ്റ്സ് ആണ്. ഏത് സെറ്റായാലും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ്സ് ഓഫ് ഇൻറ്റീജേഴ്സ്, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നെല്ലാം പറയുന്ന സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റാണ്. ആൻഡ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് വി കനോട്ട് ഫുള്ളി ലിസ്റ്റ് ദ എലമെൻറ്റ്സ് ഓഫ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. നമ്മളിപ്പോൾ റോസ്റ്റർ ഫോമിൽ ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ റോസ്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ എലമെൻറ്റ്സും ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ എൻഡ്, ഇതെവിടെയാണ് എൻഡ് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വി നോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസ് ആണെങ്കിൽ ഇറ്റ് എൻഡ്സ് അറ്റ് ഇൻഫിനിറ്റി എന്നാണ്, ആൻഡ് ഇൻഫിനിറ്റി ഈസ് നോട്ട് എ ഡിഫൈൻഡ് പോയിന്റ്. ഓക്കെ, other examples, set of points on a line, set of all prime numbers. And the last type of set is equal set. ഇവിടെ നമ്മൾ രണ്ട് സെറ്റിനെ കൺസിഡർ ചെയ്യണം. അപ്പം രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ഓക്കെ, ഇറ്റ് ഷുഡ് ഹാവ് എക്സാക്ട്ലി ദ സെയിം എലമെൻറ്റ്സ്. എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ട് സെറ്റ് എ ആൻഡ് ബി നമ്മൾ ചൂസ് ചെയ്യുകയാണ്, ആ രണ്ട് സെറ്റും ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ അതിനുള്ളിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4, ബി ഈക്വൽ ടു സെറ്റ് 3 4 2 1. ഹിയർ നമുക്കറിയാം എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഈക്വൽ ആണ്, കാരണം അതിനുള്ളിലെ എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ്. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് 1 2 3 4, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് 4 3 4 2 1. ഇവിടെ ഒരു സെറ്റിൽ എലമെൻറ്റ്സ് എഴുതുമ്പോൾ ഓർഡർ ഇസ് നോട്ട് റിക്വയർഡ്. ഓർഡർ ഏത് ഓർഡറിൽ എഴുതിയാലും കുഴപ്പമില്ല. ആൻഡ് അനദർ പോയിന്റ്, ഒരു സെറ്റിനുള്ളിൽ ഒരു എലമെൻറ്റ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ഓൺലി വൺസ്. എന്ന് വെച്ചാൽ 3 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഒരിക്കൽ എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമുക്കത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എലമെൻറ്റ് ഒരു തവണ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ,
സോ ഈ സെഷനിൽ നമ്മൾ ഈക്വൽ സെറ്റ്സ് വരെയാണ് പഠിച്ചത്. അടുത്ത സെഷൻ നമുക്ക് പഠിക്കാനുള്ളത് പ്രോബ്ലംസ് ആണ്. ഓക്കെ.